ദൈവത്തിൻ്റെ കയ്യൊപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിയേറ്റർ രംഗത്തും ചലച്ചിത്ര രംഗത്തും സീരിയൽ രംഗത്തുമൊക്കെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ പ്രിയപ്പെട്ട നടൻ വിജയൻ കാരന്തൂരാണ്. വിജയേട്ടാ, കുട്ടിക്കാലത്ത് തന്നെ അഭിനയത്തോടുള്ള അഭിനിവേശം, ഇവിടെ പ്രാദേശികമായിട്ടുള്ള നാടക പ്രവർത്തനം, പിന്നീട് അതിൽ കുറേ കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള അംഗീകൃത സ്ഥാപനങ്ങളിലൂടെയുള്ള യാത്ര, അതിനുശേഷം വീണ്ടും തിരിച്ച് നാടകരംഗത്ത്, നാടകത്തിലൂടെ ചലച്ചിത്രത്തിലേക്ക്, പിന്നീട് സീരിയലിലേക്ക്, അങ്ങനെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ. അപ്പോൾ ആ ഒരു ജീവിതയാത്രയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം നമുക്ക്. അതെ, എൻ്റെ ഈ ഒരു നാടകരംഗത്തേക്കുള്ള വരവ് യാദൃശ്ചികം എന്ന് പറഞ്ഞൂടാ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൻ പുറത്തെ എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി ഭർത്താവ്, എൻ്റെ അയൽവാസികൾ, ഞാൻ ദിവസേന കാണുന്ന ആളുകൾ, അവരൊക്കെ ചമയം വേഷം കെട്ടി അങ്ങനെ ഈ നാടകം അരങ്ങ് തകർക്കുന്ന രീതിയിൽ കളിക്കുന്നത് കണ്ട് അങ്ങനെയാണ് ഞാൻ വളർന്നത്. പ്രാദേശിക കലാസമിതികളൊക്കെ സജീവമായിരുന്നൊരു കാലഘട്ടം. അവിടെ 2 ക്ലബ്ബുകളുണ്ടായിരുന്നു. ഒന്ന് നവോദയ വായനശാലയുടെ ഒരു സംഭവം, അതേപോലെ പ്രതിഭ തിയേറ്റേഴ്സ്. അങ്ങനെ എല്ലാ തിരുവാതിരയ്ക്കും ശിവരാത്രിക്കും ഒക്കെ അവരെ വാർഷികം കൊണ്ടാടും. എല്ലാ കൊല്ലം ഓരോ നാടകം. പൊറാട്ട് കെട്ടി പോയിട്ടുണ്ടോ? പൊറാട്ട് കെട്ടി പോയിട്ടുണ്ട് അത് ചെറുപ്പത്തിൽ. പിന്നെ അവിടെ ഇങ്ങനെയൊരു സംഭവം, ഈ ഒരു കൾച്ചർ ഇവിടെ ഉണ്ടായതിൻ്റെ ഫലമായിട്ടായിരിക്കും ഞാൻ അതിൻ്റെയൊക്കെ ഒരു കണ്ണിയായി, അതിൻ്റെ ഒരു തുടർച്ചയായി ഞാൻ വന്നത്. അതെനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം. അദ്ദേഹം മൺമറന്നു പോയി, പുരുഷു കാരന്തൂർ. അദ്ദേഹം എല്ലാ വർഷവും ഓരോ നാടകങ്ങൾ എഴുതി അത് സംവിധാനം ചെയ്ത് അത് രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരാളായി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാടകങ്ങളുണ്ട്, അതൊന്നും പ്രസിദ്ധീകരിക്കപ്പെടാതെ പോയി. ആകാശവാണിക്ക് വേണ്ടി ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ പ്രൊഫഷണലായിട്ടൊരു പ്രാവശ്യം നാടകം പഞ്ചശ്രീ തിയേറ്റർ. നാടകങ്ങൾക്ക് അന്നും ഇന്നുള്ളൊരു പ്രശ്നം അതാണല്ലോ, ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള. അപ്പോൾ നമ്മൾ കണ്ടു വളർന്നത് അങ്ങനെയാണ് ഞാൻ SSLC പഠിക്കുമ്പോഴേ ഞാൻ ആദ്യമായിട്ട് അരങ്ങിൽ വരുന്നത്. അതൊരു പെൺവേഷമായിരുന്നു. അത് കാളിദാസ്, PA കൃഷ്ണൻകുട്ടിയുടെ രചനയിൽ കാളിദാസ് പെരുമണ്ണ, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഗുരു. എൻ്റെ ഒരു നാടക ഗുരു എന്ന് പറയുന്ന അവർ 2 പേരാണ്. തനത് നാടക രീതിയുടെ. അതെ. അതിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറേ ആളുകൾ കരിയൊക്കെ തേച്ചിട്ട് വന്നിട്ട്, അടിമകൾ, അങ്ങനെ അവിടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ ഒരു വെള്ളസാരിയൊക്കെ കൊടുത്തിട്ട്, എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഡയലോഗിൻ്റെ അർത്ഥമൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് അത് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. അന്ന് നമ്മൾ ഈ SSLC ഡയലോഗ് ഓർമ്മിക്കാൻ പറ്റും. ക്യൂബൻ കരിമ്പിൻ കാടുകളിലും വോൾഗ സ്റ്റെപ്പി നിലങ്ങളിലും ഈ മുഖം പതിയിരുന്നതും ഞങ്ങളത് തച്ചുടയ്ക്കുകയും ചെയ്ത അതായത് തൊഴിലാളികളുടെ വിപ്ലവത്തിൻ്റെ ഒരു വലിയ ആവേശം. അതൊക്കെ അന്ന് മനസ്സിലാവില്ലല്ലോ. പിന്നെ കാലമേറെ കഴിഞ്ഞതിന് ശേഷമാണ് ക്യൂബ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടെന്നോ, അവിടെ കരിമ്പിൻ കൃഷിയാണെന്നോ, അവിടെ അടിമകളെപ്പോലെ കർഷകർ പണിയെടുത്തു എന്നൊക്കെയുള്ള സംഭവം വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ കോളേജിലോ അതേപോലെയുള്ള അന്നും ഒരു കൾച്ചർ ഇതാണ്, തനത് നാടകം എന്നൊക്കെ പറഞ്ഞിട്ട്. കോളേജിലും അങ്ങനെയായിരുന്നു. ഞാൻ ചാക്കൊക്കെ എടുത്തിട്ട് കരി മുഴുവൻ വാരി തേച്ച് ചണ്ടിയൊക്കെ ഇടും. എൻ്റെ ആ ക്ലാസ്സിൽ തന്നെ പഠിച്ചൊരു വിജയൻ ചോലക്കോട് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം മരിച്ചുപോയി. അയാൾ എഴുതിയാണ് ഒരു നാടകം, അഗ്നി എന്ന് പറഞ്ഞൊരു നാടകം. ഞാൻ ഇവിടെ കഴിച്ചത് അഗ്നിഹോത്രികളും അവിടെ അഗ്നിയാണ്. അപ്പം അതിലുമൊക്കെ ഇതാണ് സംഭവം. ഉടമ സമ്പ്രദായത്തിനെതിരെ അടിമകളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അവരുടെ വിമോചനം, ഇതൊക്കെ പ്രമേയമാക്കി. അങ്ങനെ അവിടുന്ന് അങ്ങനെ പോയി. ഇതൊക്കെയാണ് നാടകം. പിന്നെ കുറേ നാടകങ്ങൾ നമ്മൾ അങ്ങനെയാണ് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ ഒരു കൊല്ലം ITIയിൽ പോയി. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം സ്റ്റെനോഗ്രാഫി നടൻ ഇങ്ങനെ കിടന്ന് കളിക്കുക, അതുകൊണ്ടും ഒന്നുമല്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമേൻ്റെ ഒരു പരസ്യം കാണാൻ അവരുടെ ഒരു
അപ്പോൾ ഞാനതിൽ അവിടേക്ക് എഴുതി അതിൻ്റെ ഇതൊക്കെ വരുത്തിച്ചു, ആപ്ലിക്കേഷൻ ഫോമൊക്കെ വരുത്തിച്ചു. എന്തായാലും നാടകം പഠിക്കണമെന്ന് മനസ്സിലൊരു ഉറച്ച തീരുമാനം ഉണ്ടായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും യാതൊരു സാമ്പത്തിക പിൻബലവും ഇല്ലാതെയാണ് കേട്ടോ. അങ്ങനെ ഞാനത് വരുത്തിച്ച്, അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം മുരളി മേനോനെ പരിചയപ്പെടുന്നത്. ആ മുരളി മേനോൻ പറഞ്ഞു അതിനേക്കാൾ നല്ല കോഴ്സ് തൃശ്ശൂരുണ്ട്. അങ്ങനെയാണ് ഞാൻ സ്കൂൾ ഡ്രാമയെ പറ്റി കേൾക്കുന്നത്. അന്നും നടനാവുക എന്നതിലുപരി ഒരു ഉപജീവനമായിട്ട് തിയേറ്ററിനെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ മാത്രമല്ല, അതിൻ്റെ പ്രോസ്പെക്ടസിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ടി വി സാധ്യതകളാണ്, റേഡിയോയിലും ടി വി മാധ്യമങ്ങളിലൊക്കെ സാധ്യതകൾ എന്നിരുന്ന അങ്ങനെയൊക്കെയാണ് ചേർന്നതെങ്കിലും പിന്നെ അവിടെ അങ്ങ് എത്തിപ്പെട്ടതോടുകൂടി അവിടുത്തെ അന്തരീക്ഷമായി, അവിടുന്ന് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് സംവിധായകർ, അവരുടെ ശില്പശാലകൾ, അങ്ങനെയെല്ലാം കൂടി ഫുൾ ടൈം. അന്നത്തെ പ്രധാന അധ്യാപകർ ശങ്കരപ്പിള്ള സാറിൻ്റെ ബാച്ചാണ് ഞങ്ങൾ. ശങ്കരപ്പിള്ള സാറ്, വയലാ വാസുദേവൻ പിള്ള, പിന്നെ AK നമ്പ്യാർ, കൃഷ്ണൻ നമ്പൂരി മാഷ് എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധ നർത്തകനായ ഇയാളുടെയൊക്കെ കൂടെയുള്ള ഉദയശങ്കറിൻ്റെ ട്രൂപ്പിലൊക്കെ, ബാലെ ട്രൂപ്പിൽ അയാൾക്ക് നമ്പൂരി മാഷൊക്കെ അറിയാത്ത നൃത്തരൂപമല്ല. കഥക്ക്, ഒഡീസി, അങ്ങനെ സകലമന കഥകളി, ബേസിക്കലി ഈസൊക്കെ കഥകളി നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ, അതൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് പോയി. പിന്നെ ഒരു ആരെങ്കിലും ഒരു സംവിധായകൻ വന്നൊരു വർക്ക്ഷോപ്പ് നടത്തുകയാണെങ്കിൽ പിന്നെ അതിലേക്കായി. പിന്നെ അങ്ങനെ രാവും പകലും ഇരുന്നിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഇപ്പോൾ ഈ കളരി എന്ന് പറയുന്ന ഒരു സംഭവം പോലെ ശങ്കരപ്പിള്ളിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ മൂവ്മെൻറ്റ് കേരളത്തിൽ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. അതാണ് അങ്ങനെയാണ് കോഴിക്കോടൊക്കെ യൂക്ക്, അണിയറ പോലെയൊക്കെയുള്ള, അതിന് കെയർമോഹൻദാസിനെ പോലെയൊക്കെയുള്ള ശിഷ്യരുണ്ടാവുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഞാൻ അതൊക്കെ കേട്ടിട്ടുള്ളൊരു ഇതും നമുക്കുണ്ട്. അങ്ങനെ വന്നു. അപ്പോൾ തിയേറ്റർ നമ്മളെ ശരീരത്തിലങ്ങ് മുറുക്കി, നമ്മളെ എന്തായാലും അങ്ങോട്ട് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എന്ന് പറയുന്ന പോലെ എവിടെയും നാടകം, ആ നാടകത്തോടു കൂടി സജീവമാവുന്ന നമ്മളുടെ, അതായത് നമ്മളൊക്കെ അതുവരെ ഒരു വരയ്ക്കാൻ പോലും അറിഞ്ഞുകൂടാത്തവർ ചിലരൊക്കെ വരച്ചു തുടങ്ങി. പ്രോപ്പർട്ടി മേക്കിംഗ്, സെറ്റ് ഉണ്ടാക്കൽ, അങ്ങനെ സകലമാന സംഭവങ്ങളും തിയേറ്ററിനോടനുബന്ധിച്ചുള്ള അതിലൊക്കെ നമ്മൾ കൈവയ്ക്കാൻ തുടങ്ങി. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. എന്താണ് സമസ്ത മേഖലകളും. അതിൽ രാമാനുജൻ സാറ്, പിന്നെ അലക്നന്ദ സമർത്ത്, വിദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, മാർക്കസ്, എന്താണ് ഇയാൾ, ബേൺഹിൽ, അങ്ങനെയൊക്കെയുള്ള ടിം ആപ്പിൾ ബി എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ മായ താൻബർഗ്, ഇവരൊക്കെ വർക്ക്ഷോപ്പിൽ അങ്ങനെ ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റീസുമായിട്ട് പരിചയപ്പെടാൻ. അതിലാണ് BV കാരന്തിൻ്റെയൊക്കെ പഞ്ചരാത്രം എന്ന് പറഞ്ഞ നാടകം BV കാരന്ത് ചെയ്യുന്നു. അങ്ങനെ മൈക്കിൾ പാറ്റേഴ്സൻ്റെ, ഗിരീഷ് കർണാട്, അങ്ങനെ പലരുമായിട്ടും, അതുപോലെ ശിവരാമകാരന്തിൻ്റെ ക്ലാസ്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഭയങ്കരമായിട്ട് ഈ കോഴ്സ് എങ്ങനെയെങ്കിലും തീർന്നിട്ട് മലയാള നാടകവേദിയെ സമൂലം മാറ്റിമറിക്കുക എന്നൊക്കെ, അത് ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവനുണ്ടാവും പുറത്തിറങ്ങി. പക്ഷെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് യാഥാർത്ഥ്യവും നമ്മുടെ സ്വപ്നവുമായിട്ട് യാതൊരു പൊരുത്തമില്ല എന്ന് മനസ്സിലാകുന്നത്. പിന്നെ കുറേ കാലം സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ PGക്ക് പോകായിരുന്നു, പക്ഷേ അതിന് സാധ്യതയല്ല. ഈ BTA എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ പഠിച്ചത് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ്. എനിക്ക് ശശിനാരായണൻ വെച്ചാൽ, അപ്പോൾ ഞങ്ങൾക്ക് കനറ ബാങ്കിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ലോൺ കിട്ടി. ആ എഡ്യൂക്കേഷൻ ലോണ് എന്ന് പറഞ്ഞാൽ 6000 ഉറുപ്പ്യാണ് ആകെ 3 കൊല്ലത്തേക്കും കൂടി. അപ്പോൾ നമ്മളൊരു ബില്ല് അയച്ചു കൊടുക്കും. അങ്ങനെ പട്ടിണി കിടന്ന് എന്ന് പറഞ്ഞ പോലെ പഠിച്ച്. പക്ഷേ എനിക്ക് ആ തിയേറ്ററാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു, എന്തെങ്കിലും നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ, ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ആ തിയേറ്ററിൻ്റെ ബേസാണ്. അപ്പം വല്ലാത്തൊരു പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്ത, പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷമുള്ള, കോഴിക്കോട് ജില്ലയുടെയും മറ്റുള്ള ഒരു പ്രമുഖരായിട്ടുള്ള പല അഭിനേതാക്കളായാലും തിയേറ്റർ പേഴ്സൺസ് ആയാലും നമ്മൾ അവർക്കൊക്കെ ഒരു നേതൃത്വ, ഒരു പരിശീലനം, നമ്മളുടെയൊക്കെ ഒരു തിയേറ്റർ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു സന്തോഷമാണ്. ഒരുപാട് ആളുകൾ, അതൊരു വലിയൊരു സന്തോഷമാണ്. അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ എന്ന് പറയാം എനിക്ക്. നമ്മളെ ഈ ഒരു വലിയൊരു പ്രശ്നം വന്നപ്പോൾ ഈ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതിൻ്റെ ഒരു ഫലം. അത് മാത്രമല്ല, ആ ഒരു സൗഹൃദ വലയം എന്നെ വല്ലാതെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വല്ലാത്തൊരു പ്രതിസന്ധി എനിക്ക് തോളോട് തോൾ ചേർന്നുള്ളത് ഈ സുഹൃത്തുക്കളാണ്. നാടകമായാലും
നമ്മളെ മറ്റുള്ള തിയേറ്ററിലൊക്കെ. ഇപ്പോൾ രഞ്ജിത്ത് ആണല്ലോ യഥാർത്ഥത്തിലൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയാവുന്ന തരത്തിൽ സിനിമയിലേക്ക്, ബിഗ് സ്ക്രീനിലേക്ക് വിജയേട്ടൻ്റെ മുഖത്തെ കൊണ്ടുവരുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നിരവധിയായ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ആ സിനിമയിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ചേഞ്ച് ഓഫ് മേക്ക് ഓവർ ഉണ്ടല്ലോ. നമ്മൾ പറയുമ്പം ജാട പറയാൻ വിചാരിക്കും. പക്ഷേ പലരും എന്നോട് ചോദിച്ചു, എനിക്ക് എന്താ അങ്ങനെയാണല്ലോ നമ്മളൊരു നാടകമൊക്കെ കളിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് സിനിമയിൽ കയറി കൂടെ എന്നിരിക്കില്ലേ, അല്ലെങ്കിൽ സീരിയൽ അതുകൊണ്ടൊക്കെ എന്ത് കിട്ടും. അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. എടാ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ UD ക്ലർക്കൊക്കെ ആയി, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ പോസ്റ്റിലൊക്കെ എത്തുമ്പോൾ എന്താ എപ്പോഴും നാടകം കളിച്ച് നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഓലൊക്കെ ചെയ്യുന്ന ഒരേ പണിയാണ്, പക്ഷേ എനിക്ക് ഒരുപാട് അതിനേക്കാളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പണികൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിനെ കൊണ്ടെന്ന്. എനിക്ക് വേണമെങ്കിൽ ഒരേ സമയം UD ക്ലർക്കും ഒരേ സമയം പോലീസ് ഓഫീസറും ഒരേ സമയം കളക്ടറും ആവാം. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആളുകൾ അങ്ങനെയാണല്ലോ കമ്പയർ ചെയ്യാണല്ലോ ചെയ്യാം. അപ്പം പറഞ്ഞു വന്നത്, അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ കയറിക്കണേ അല്ല. അപ്പോഴൊക്കെ സത്യം പറയാം, ആത്മാർത്ഥമായിട്ട് തിയേറ്റർ ഉണ്ടാക്കണം എന്നുള്ളൊരിതില്ല. പിന്നെ ഇവിടുന്ന് അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ തിയേറ്ററിലൊക്കെ പോയത്. കുറച്ചു കാലം ഞാൻ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ നിന്ന് കുറച്ച് NSDക്കാരെ നാടകമൊക്കെ കണ്ടു. അല്ലേ, ജോലി അന്വേഷിച്ച് പോയതാട്ടോ. ജോലിയൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. ആകാശവാണിയിൽ കാഷ്വൽ ന്യൂസുകളൊക്കെ ആയിട്ട് കിട്ടി. പക്ഷേ വായിച്ച് തുടങ്ങുന്നതിന് ഞാൻ തിരിച്ചു പോകുന്നു. പിന്നെ അവർ വിളിച്ചിരുന്നു, പക്ഷേ പിന്നെ പോയില്ല. അത് ചിലപ്പോൾ അങ്ങനെ അന്ന് പോയിരുന്നെങ്കിൽ ഞാൻ വേറൊരു വഴിക്ക് പോകുമായിരുന്നു. സത്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് യാതൊരു നിരാശയില്ല. അതാണ് വലിയൊരു സംഭവം. കാരണം എന്ന് പറഞ്ഞാൽ കിട്ടിയത് വലിയൊരു ബോണസ് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു വരാൻ, സിനിമ പോലുള്ളൊരു, നമുക്ക് എല്ലാവർക്കും ഒരു ക്രേസാണ് സിനിമ. എത്തിപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച ഒരു സിനിമയിൽ എത്തിപ്പെടാൻ കഴിയുന്നതാണ്. അതിന് കാരണക്കാരനായത് രഞ്ജിയേട്ടനാണ്. അത് വലിയൊരു കഥയാണത്. അങ്ങനെ ഒരു ഇതിൽ രഞ്ജിയേട്ടൻ ഒന്ന് കാണുന്ന, എനിക്കൊന്ന് രഞ്ജിത്തിനെ കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ രഞ്ജിയേട്ടനും ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്, സ്കൂൾ ഓഫ് ഡ്രാമയിൽ. അതെ. അപ്പോൾ നമ്മളുടെ സീനിയറൊക്കെ ആയിട്ട് പഠിച്ചല്ലേ, എനിക്ക് എന്തെങ്കിലും മൂപ്പർ സഹായിക്കില്ലേ. ഞാൻ ഓരൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വേറൊരു കക്ഷിനെ അഗസ്റ്റിനെ പരിചയപ്പെടുത്തുകയാണ്. അഗസ്റ്റ്യേട്ടനെ പരിചയപ്പെടുത്തിയിട്ട് അഗസ്റ്റ്യേട്ടൻ ഇങ്ങനെ, എന്നാൽ ഞാൻ രഞ്ജിത്തിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അഗസ്റ്റ്യേട്ടൻ. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മെട്രോ ടൂറിസമില്ല രഞ്ജിയേട്ടനുള്ളത്. അപ്പം ഞാൻ ചെന്ന് നമ്മൾ മടിച്ചിട്ടാണ് ചെല്ലുന്നത്. എനിക്ക് എന്താ ഞാൻ ഒന്നുമില്ല, ഞാൻ ഒന്ന് കാണാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 2 വർത്താനം പറഞ്ഞ് ഞാൻ പോന്നു. പിന്നെ മൂപ്പര് കത്തി നിൽക്കുന്ന സമയമാണ്. പിന്നെ മൂപ്പര് ചോദിച്ചു, വരാം ഓനെന്തിനാ ഇപ്പം എൻ്റെ അടുത്ത് വരാൻ, ഇപ്പോൾ അഗസ്റ്റിൻ്റെയൊക്കെ ശുപാർശ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അതങ്ങനെ പോയി. അങ്ങനെ സിനിമയിൽ ആദ്യത്തെ പ്രതിസന്ധി സമരമൊക്കെ തുടങ്ങുന്ന സമയത്ത് മൂപ്പര് ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു. ഹലോ എന്നായിരുന്നു ആ പടത്തിൽ, ഒരു ക്യാമ്പസ് ഫിലിമാണ്. ഹലോ വേറെ ഒരു സിനിമ വന്നു. അപ്പോൾ ഒരു ക്യാമ്പസ് ഫിലിമിൽ, അപ്പോൾ അന്ന് ഞാൻ തൃശ്ശൂർ നടക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജഡ്ജ് ആയിട്ട് നിൽക്കുമ്പോൾ രാത്രി റൂമെന്ന് ഞാൻ വെറുതെ വിളിച്ചു രഞ്ജിത്തിനെ. രഞ്ജിത്ത്, ഞാനാണ് വിജയനാണ്. എന്താണ്, അല്ല നിങ്ങൾ പുതിയ സിനിമ തുടങ്ങുന്നുണ്ടെന്ന് കേട്ടു. ഉണ്ട്, നിനക്ക് അഭിനയിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പം നീ അഭിനയിച്ചിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള, പിന്നെ അതൊക്കെ അങ്ങനെ പോയി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. അങ്ങനെ ആ പടം നടന്നില്ല. അങ്ങനെ സമരമൊക്കെ ആയി സിനിമയിൽ. പിന്നെയാണ് ഈ ബ്ലാക്ക് നടക്കുന്ന സമയത്താണ്, അന്ന് ഞാൻ KK ചന്ദ്രൻ്റെ ഒരു ടെലിഫിലിം, ഓണത്തോടനുബന്ധിച്ചൊരു ടെലിഫിലിം അഭിനയിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ. അപ്പോൾ എനിക്കൊരു ഫോണാണ് രഞ്ജിയേട്ടൻ്റെ. അല്ല, അതിൻ്റെ മുമ്പേ പ്രദീപ് കാവുന്തറേൻ്റെ നാടകത്തിന് ഞങ്ങൾ പോവുക മത്സരത്തിന്, പാച്ചുപരേതന പ്രൊഫഷണൽ നാടക മത്സരം പാച്ചുപരേതന. അന്ന് കളമശ്ശേരിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എറണാകുളം വഴി വരുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി വരുമ്പോൾ കത്രിക്കടവ് എടശ്ശേരി മാൻഷൻ ഹോട്ടലിലാണ്. പോയി അവിടെ ലാൽ സാറുണ്ട്, പ്രൊഡ്യൂസർ ലാൽ, നടൻ പ്രൊഡ്യൂസറായിട്ടുള്ള താടിയില്ലേ, ലാൽ മീഡിയയുടെ. അങ്ങനെ എന്നോട് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ എനിക്കറിയില്ല അപ്പോഴും. അപ്പം അന്ന് എനിക്ക് മുടിയുണ്ട്, കുറച്ച് മുടിയൊക്കെ നീട്ടി. ആ വേഷത്തിന് കറക്റ്റായി ചേർന്നു അല്ലേ? എന്നോട് പറഞ്ഞാൽ മുടി പിമ്പ്. അതെ, മുടിയൊന്നും വെട്ടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോന്നു, തിരിച്ചു പോകുന്നു. കണ്ടൊക്കെ സന്തോഷമായി എനിക്ക്. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു നല്ല വേഷം. അങ്ങനെയൊക്കെ അല്ലേ, ചെറിയ വേഷത്തിലൊക്കെ ഇല്ല എല്ലാവരും. അങ്ങനെ പോയി കുറേയൊക്കെ അതൊക്കെ ഞാൻ മറന്നു. അങ്ങനെ ഞാൻ ഈ KK ചന്ദ്രൻ്റെ ടെലിഫിലിം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കൊരു ഫോണ്. വിജയ, നിനക്ക് നാളെ ഷൂട്ടുണ്ട്,
ബാക്കി കാര്യമൊക്കെ നമ്മൾ ആൻഡോ പറയുന്നതാണ്. ആൻഡോ ജോസഫ് വരുന്നുണ്ട് പ്രൊഡക്ഷനിലോട്. ആൻഡോ വിളിച്ചു, അപ്പോൾ തന്നെ കയറാൻ പറഞ്ഞു. അപ്പം ഞാൻ ചന്ദ്രനോട് പറഞ്ഞു, എന്നിട്ട് അങ്ങനെ ഒരു സംഭവം അത് പ്രശ്നമില്ല, അന്ന് അഭിനയിച്ച് തുടങ്ങിയില്ലല്ലോ, അത് നമുക്ക് വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാം, ഇത് ചെല്ലുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. ഇങ്ങനെ സാസ് ടവർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടെന്ന്, ജട്ടീൻ്റെ അടുത്താണ്, എറണാകുളം ജട്ടീൻ്റെ അടുത്ത്. അവിടെ റൂമൊക്കെ തന്നു. പിറ്റേന്ന് രാവിലെ തന്നെ വിളിച്ചു, വണ്ടിയിൽ പോയി. കാലത്തെ ഒരു കാലത്തൊരു സംഭവമാണ്. ചെറിയ 1-2 സിനിമയിൽ അഭിനയിച്ചു എന്നല്ലാതെ ഇങ്ങനെ സെറ്റപ്പ് സിനിമയിലും നമ്മൾ വലിയ ബാനർ, വലിയ ആർട്ടിസ്റ്റ് ഒന്ന് ചെയ്തത് ലെനിൻ സാറിൻ്റെ പടത്തിലാണ്. അതൊന്നുമില്ല, ഒരു 2 ഡയലോഗ് പറയലുള്ളൂ. പിന്നെ ഒന്നുള്ളത് ഉത്തര എന്ന് പറയുന്ന സിനിമയാണ്. അത് പിന്നെ അങ്ങനെ പട്ടിണി കിടന്നുണ്ടാക്കിയ സിനിമയാണ്. അങ്ങനെയുള്ള, പക്ഷെ ഇത് നല്ല പോൾ സെറ്റപ്പ്. അത് ഞാൻ ഇത് രാവിലെ പോയി. അപ്പോൾ എനിക്ക് അവിടെ അറിയുന്ന ഒരാൾ, അന്ന് അമൽ നീരത് അതിൻ്റെ ക്യാമറ, അറിയുന്ന ആകെ ഉള്ളത് അഗസ്റ്റിയേട്ടൻ, അല്ല ഇയാൾ പ്രേംകുമാറിൻ്റെ സീനിയറായിട്ട് പഠിച്ച പ്രേമനുണ്ട്, പിന്നെ മൂപ്പര് സാദിക്ക. അങ്ങനെ ഞാനങ്ങനെ മാറിപ്പോവും. അങ്ങനെ സെറ്റിന് ചായയൊക്കെ ചോദിച്ച കാര്യമൊക്കെ ഉണ്ട്. എല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് മാത്രം പയ്യനൊന്നും തരുന്നില്ല. ഞാനൊരു ചായ തരുമെന്ന് ചോദിച്ചു, മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ അവനെ വിളിച്ച്, മോനെ ഈ ചായ വെച്ചിട്ട് തന്നില്ലല്ലോ, എൻ്റെ അച്ഛൻ്റെ അല്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ കുറേ അവനെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടാ. പിന്നെ തൊട്ട് അവൻ ചായ വേണ്ടേന്ന് ചോദിച്ചു തരാൻ മതി. അങ്ങനെ ഞാൻ ആദ്യ ദിവസം ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ പോയി റൂമിൽ പോയി. അപ്പോഴും എനിക്കറിയില്ല എൻ്റെ വേഷം എന്താണ്. അങ്ങനെ പിറ്റേന്നൊരു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു. എന്നാൽ പിന്നെ നോക്കുകയല്ലേ നെഞ്ചേരി ചോദിച്ചു. അപ്പോൾ കോസ്റ്റ്യൂമർ സതീഷാണ്, വേഷത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, SP സതീഷ്. അപ്പോൾ പറഞ്ഞു, ഓനൊരു പാൻറ്റും ഒരു വെള്ള ജുബയും കൊടുക്കുക, ഒരു സൈഡ് സഞ്ചിയും കൊടുക്കാൻ പറഞ്ഞു, സൈഡ് ബാഗ്. വല്ല സാഹിത്യകാരൻ്റെ എന്തോ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്, പിമ്പാണ്. അങ്ങനെ ഫസ്റ്റ് ഷോട്ടിൻ്റേത് വെച്ച് എടുക്കുകയാണ്. അതായത് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ആ പെണ്ണിനെ ഇതാക്കിയിട്ട് ഇറങ്ങി ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന്. അപ്പോഴാണ് മോളെ എന്നിട്ട് പിന്നാലെ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേക്കിന് അത് ഓക്കെ ആയി, എന്തോ ഒരു ഭാഗ്യം. അപ്പോൾ രഞ്ജയുടെ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ചോറ് താടാന്ന്. അപ്പോൾ ആയിക്കോട്ടെ, ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ, അന്ന് ഇതേപോലെ ഒരു ചാനൽ ബൂസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ബാക്കിലായി പോയത്. അന്ന് ഇതേപോലെ ഇരുന്നിട്ട് സിനിമ വിജയിപ്പിക്കുന്ന ചാനലിലാണ്, പ്രൊമോഷൻ അത്ര തന്നെ പണി, ഇപ്പോൾ പ്രൊമോഷൻ നടത്തുക. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അതിനെക്കൊണ്ടത്. അങ്ങനെ അതിന് തുടർച്ചയായിട്ട് ഇങ്ങനെ കുറേ സിനിമകൾ, രഞ്ജേട്ടൻ്റെ ഇതിലുള്ള കെയർ ഓഫിലുള്ള ഒരുപാട് ആളുകൾ, ആൻഡോ ജോസഫ് ചെയ്യുന്നതിലൊക്കെ ഓരോ വേഷങ്ങൾ, അങ്ങനെ ഇങ്ങനെ പോയി. ഒരു 10-150 സിനിമയായിപ്പോൾ ഞാൻ ഇതായിട്ട്. പിന്നെ ഒരു 100 സിനിമയൊക്കെ കഴിഞ്ഞ് ഒരു 10-125 ആയപ്പോഴൊരു ചെറിയൊരു ഇതിങ്ങനെ വരാൻ തുടങ്ങി. അത് പിന്നെ അങ്ങനെയാണല്ലോ സ്വാഭാവികം. ഗ്രാഫ് പതുക്കെ, അതെ, ഗ്രാഫ് പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങി. അപ്പോഴും ബേജാറാണ്, കാരണം വേറെ ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഞാൻ ഈ വീടുണ്ടാക്കിയതൊക്കെ എങ്ങനെയാട്ടോ ഒരു ഇതിൽ. അങ്ങനെ ഞാൻ സീരിയലിലേക്ക് ഇങ്ങനെ വിളിച്ചപ്പോൾ നല്ല വേഷം കിട്ടിയപ്പോൾ അങ്ങനെ പോയി. ചിലർ പറഞ്ഞു, സീരിയൽ അഭിനയിച്ചാൽ സിനിമക്കാർ വിളിക്കില്ല. ഞാൻ വിളിച്ചില്ലേ, ജീവിച്ചു പോവുക. അങ്ങനെ എന്തിനു പറയുന്നു. അങ്ങനെ ഇതൊക്കെ ആയിട്ട് പിന്നെ രഞ്ജേട്ടൻ എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ടോ. പിന്നെയുള്ള മൂപ്പര സിനിമയിൽ ഞാൻ അവസാനമായിട്ട് അഭിനയിച്ചത് ഇന്ത്യൻ റുപ്യ. അത് തന്നെ ഒരു 2-3 സീന് കഴിഞ്ഞ് കുറേ നല്ല സീനുണ്ട്. എൻ്റെ പേര് തന്നെ ആ ക്യാരക്ടറിനാണ്, അടക്ക വസൈ വിജയൻ എന്നതിന്. അത് പിന്നെ അങ്ങോട്ട് സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തൊക്കെ ആ വേഷമൊന്നും അല്ലാതെയായി പോയി. അതോടുകൂടി പിന്നെ മൂപ്പര് വിളിക്കാതെയായി. ഞാനിങ്ങനെ വിളിക്കുമോ, അങ്ങനെ ഒരു ദിവസം കണ്ടതൊക്കെ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളിപ്പോൾ നമ്മളെ, കാരണം എനിക്ക് എൻ്റെ ഏതൊരു അതിന് ശേഷം, ഈ ബ്ലാക്കിന് ശേഷമുള്ള ഏതൊരു സിനിമയിലും എനിക്ക് വേണ്ടി മൂപ്പര് വേഷം ഉണ്ടായി. അങ്ങനെയാണ് ഈ പ്രജാപതിയിലൊക്കെ നല്ല വേഷം. അങ്ങനെയൊക്കെ ഒരുപാട് തലപ്പാവല്ല, ഈ അതിൻ്റെ പേര് കയ്യൊപ്പ്, അങ്ങനെ രഞ്ജേട്ടനടുത്ത ഒരുവിധ സിനിമയിൽ ഈ എല്ലാത്തിലും നല്ല അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തോ തെറ്റിദ്ധാരണ എന്തോന്ന് അറിയില്ല. അങ്ങനെ മുരളിയേട്ടൻ ഒരു ദിവസം വന്ന്, അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഷൂട്ട് കിടക്കുക. മുരളിയേട്ടൻ ഈ വാമ്പത് രഞ്ജി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ നമ്പറൊക്കെ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ നമ്പറൊക്കെ മാറി എന്നുള്ള നിങ്ങൾ വിട്ടാൾ, നീ എന്നാൽ നിൻ്റെ പേര് പറയണ്ടേന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ. ഞാൻ പറഞ്ഞു, അത്ര മറന്നുവാനൊന്നും ആയില്ല, അത് വിട്ടാളിങ്ങൾ. അപ്പം അങ്ങനെ തുറന്ന് പറയല്ലോ നമ്മൾ, അത്ര മറന്നുവാനൊന്നും ആയില്ല, കാരണം നമ്മൾ പട്ടിണിയാന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ സഹായിച്ചാലേ ഇപ്പം എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വലിയ വേഷമൊന്നും ആരും തരണ്ട. ഞാൻ തന്നെയാണ് എല്ലാ സിനിമാക്കാരോടും പറഞ്ഞത്, നിങ്ങളിപ്പോൾ എനിക്ക് നായകനോ ഉപനായകനോ ഒന്നും ആയിട്ട് തരണ്ട. ഒരു 10 ദിവസങ്ങളെ സിനിമേൻ്റെ ഭാഗമായാൽ അതിൻ്റെ പൈസ കൊണ്ട് എനിക്ക് ജീവിച്ചു പോവാം.
പിന്നെ നിങ്ങൾക്ക് നല്ല വേഷം തരാൻ തോന്നുകയാണ് ചെയ്തോളി. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം. കരൾ രോഗം എനിക്ക് പിടിപെട്ടത്. ഇപ്പം ഞാൻ സർജറി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഒരു 7 വർഷം മുമ്പെയാണ്. 5 കൊല്ലത്തോളം എനിക്ക് മെഡിസിൻ്റെ ഒക്കെ വേറെ സഹായത്തോടുകൂടി പിടിച്ചു വെക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പേ നമ്മൾ ഈ സീരിയൽ രംഗത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും അധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുപ്രേക്ഷകർ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, വിജയേട്ടൻ എവിടെ ചെന്നാലും തിരിച്ചറിയുന്ന രീതിയിലേക്ക് മാറാൻ സഹായിച്ചത് സീരിയലുകളാണ് അല്ലേ? സീരിയലുകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ വിജയേട്ടന് കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങൾ അതിലെടുത്ത് പറയേണ്ടത് സ്ത്രീധനം എന്ന് പറഞ്ഞ സീരിയലിലെ വേഷമാണ്. ശൂലപാണി ഒരു പോലീസ് ഇൻസ്പെക്ടർ, രജിസ്റ്റർ ചെയ്യപ്പെട്ട വേഷം, കുടുംബ സദസ്സുകളിൽ. അതിങ്ങനെ നല്ല ഉഷാറായിട്ട് അത് 1000 ചില്ലാൻ എപ്പിസോഡ് പോയൊരു സീരിയലാണത്. അപ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ എവിടെ കണ്ടാലും പെണ്ണുങ്ങളൊക്കെ നോക്കി, സ്ത്രീകളാണല്ലോ ഇതിൻ്റെ. അപ്പോഴും ഞാൻ പറയും, വേറെ ഏതെങ്കിലും സാംസ്കാരിക സദസ്സിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളാരും സീരിയൽ കാണരുതേ എന്നല്ല, നിങ്ങൾ കണ്ടോളൂ, നിങ്ങളാരും മയങ്ങിപ്പോകരുതേ, കാരണം അത് വേറെ ഇത് വേറെ. ഞാനൊക്കെ അഭിനയിക്കുന്നതിൻ്റെ ജീവിത പ്രശ്നം ആയതുകൊണ്ടാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു പറയാം, നിങ്ങൾ സീരിയലിൽ അഭിനയിച്ചിട്ട് നിങ്ങൾ തന്നെ അതിനെ കുറ്റം പറയാം. നമ്മളെ കുറ്റം പറയല്ല, എല്ലാ സീരിയലും അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരേ വീഞ്ഞ് പല കുപ്പിയിലും. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ആളുകളുടെ ഉപജീവനമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. കാരണം വീട്ടമ്മമാരാണല്ലോ അതിൻ്റെ പ്രേക്ഷകർ കാര്യമായിട്ട്. അപ്പോൾ അവരെവിടെ ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശൂലപാണിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് സീരിയലൊക്കെ നല്ല വേഷങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഈ അധ്യാപകർ എവിടെ ചെന്നാലും മാഷയെന്ന് വിളിക്കാൻ ഒരാളുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നടന്മാർ എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ അറിയുന്നത്. അതൊരു വല്ലാത്തൊരു സന്തോഷത്തിൽ നമ്മൾ വലിയൊരു പ്രയാസത്തിൽ പോവുകയാണ്, തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് തന്നെ. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ സാഗൂതം വീക്ഷിക്കും, സംസാരിക്കാമോ അങ്ങനെ. ഞാൻ പറയും, നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ കേട്ടോ. ചിലരോട് ഞാൻ തമാശ പറയാം, അത് എൻ്റെ ഒരു ടിൻ സഹോദരനാണ്, ടിൻ ബ്രദറാണ്, അത് മറുകില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര രസമാണ്. അപ്പോൾ ആൾക്കാർ അംഗീകരിച്ച ആ ഘട്ടത്തിലാണ് ഈ അസുഖത്തിൻ്റെ അതിൽ നിന്നിട്ട് ഞാൻ അവസാനം ചെയ്ത പളുങ്ക് എന്ന് പറഞ്ഞ സീരിയലാണ്. പളുങ്ക് എന്ന് പറഞ്ഞ സീരിയലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിന്നുപോയി. അങ്ങനെ ഞാൻ ഇത് പ്രശ്നം കൂടുതലാകുന്നത്, ഞാൻ മകളുടെ ഒരു അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് ഫഗ്വാര പഞ്ചാബിൽ പോവുക. 2 ദിവസം ഫുള്ള് AC കോച്ചിലായിരുന്നു. പോകുമ്പോൾ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ എത്തലും എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുക, എന്താ ചെയ്തു. ഞാനവിടെ കിടന്നു. പിറ്റേന്ന് അഡ്മിഷനൊക്കെ എടുത്ത് കുട്ടിക്കാണെങ്കിൽ ഹോസ്റ്റലിൽ കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു ടെൻഷൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ ആക്കി. അതൊക്കെ റൂമിൽ അറിയുന്ന ഇവിടെ നിന്ന് പോയ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സഹായിച്ചതിനെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഫ്ലൈറ്റിലാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട്ടെത്തിയാൽ നേരെ ബേബി പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഈ അസുഖം ഉണ്ടെന്നുള്ള അസുഖം ഉണ്ട്, നല്ല തീരെ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടർ ബേബിയിലാണ്. പോയി കണ്ടു, ഉടനെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു, സാർ നാളെ വന്നാൽ പോരെ. പക്ഷേ അവിടെ ചെന്ന് ഫുള്ള് ന്യൂമോണിയ. ഈ ന്യൂമോണിയ വല്ലാത്തൊരു പ്രശ്നമാണല്ലോ. അങ്ങനെ നോക്കുമ്പം അപ്പം ഭയങ്കര അവശതയിലായി. അയാൾ പറഞ്ഞ പോലെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ കിട്ടോ. അതൊക്കെ ഞാൻ പിന്നെ അറിയാം, സീരിയസ് ആയി വയ്യാതെ. പക്ഷെ അതൊരു 10-15 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. തിരിച്ചു പോന്നു. ഇതേപോലെ ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ കൊറോണ സെക്കൻഡായി. അതും ഒരു ബേബി തന്നെ അഡ്മിറ്റായി എല്ലാം. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോഴാണ് ഡോക്ടർ ചോദിക്കുന്നത്, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള വല്ല പ്ലാനും ഉണ്ടോ എന്ന്. ഞെട്ടി. എന്നെ ആ സമയത്താണ് രാജീവൻ, നമ്മുടെ രാജീവൻ വിളിക്കുന്നത്, വിജയേട്ടൻ ബേബിയിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാമല്ലോ ലക്ഷങ്ങൾ വേണ്ടേ. അതെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങൾ ഈ ഒരു വീടുണ്ടാക്കിയിട്ടും ബേബിയിൽ ചികിത്സയിലൊക്കെ അങ്ങനെ തീർന്നുണ്ട്. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് പറയാം ഡോക്ടറോട്. അങ്ങനെ നമ്മൾ ജിപ്മറിൽ പോയി, പോണ്ടിച്ചേരി. അവിടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച അവിടെ നിന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞു
അവിടുന്ന് ചെയ്യാന്നുള്ളതായി. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ പ്രയോറിറ്റി ലിസ്റ്റാണ്. ഒരു വർഷം പഠിക്കും നമ്മളതിൽ അതിന് മുന്നിലുള്ള ആളുകളൊക്കെ കഴിഞ്ഞിട്ട്. കാരണം അവിടെ ഈ കടാവറാണ്. കടാവർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിൻ ഡെത്തിലൊക്കെ വരുന്നതാണ്. അവിടെ ഈ ഡോണറില്ല. ഇപ്പോൾ ആയും തോന്നും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമായി. അപ്പോൾ മിംസ് പോകാമെന്ന് പലരും പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളെ റെസിഡൻസിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ വിപുലമായിപ്പോയി. അല്ല അവിടെയൊക്കെ വിജയേട്ടൻ്റെ ഈ ബന്ധങ്ങളും അത് വലിയൊരു സംഭവം കേട്ടോ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നാണ് ഓരോ സ്ഥലത്തു നിങ്ങളൊന്നും അങ്ങനെ എന്നോട് ഒരുപാട് ആൾ പറഞ്ഞു നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും. ഞാൻ പറഞ്ഞു വേണോ, പ്രാക്ടിക്കലി നമ്മളൊരു വലിയൊരു പ്രശ്നമല്ലേ അത്, നമ്മളെന്തൊക്കെ ദുരഭിമാനം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ഞാനൊരു പോസ്റ്റ് ഇടാം. എൻ്റെ ജീവിതം അങ്ങനെ ഒരു ഇതിൽ പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കരൾ മാറ്റി വെക്കണം എന്നുള്ള മാത്രമേ എൻ്റെ സൊല്യൂഷനുള്ളൂ. ഒരു കരൾ ദാതാവിൽ മുട്ടി എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞ് ഒരു ഭാഷയൊക്കെ വെച്ചിട്ട്. അപ്പോൾ പലരും ഭയങ്കര ചേഞ്ചായി ആ ഒരു പലരും ഇങ്ങോട്ട് വിളിയായി. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് വന്നതോടുകൂടി നിരവധി വിളികൾ വന്നു എനിക്ക്. സാർ ഞാൻ കോട്ടയത്തു നിന്നാണ് സാർ, എനിക്ക് ജീവിക്കാനൊന്നും വലിയൊരു പ്രശ്നമാണ്, എൻ്റെ ഒരുപാട് കടങ്ങളുണ്ട്. അങ്ങനെ ചോദിച്ചു എത്ര കടമുണ്ട്? എനിക്കൊരു 45 ലക്ഷം റുപ്യ കടമുണ്ട് സാർ, അത് ഇതാക്കിയാൽ ഞാൻ തരാം. ഞാൻ മനസ്സിൽ പറഞ്ഞു മോനെ എനിക്ക് 2 കോടി റുപ്യ കടമുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടതിന് പോകുന്നു. അങ്ങനെ അവസാനം 10 ലക്ഷത്തിനൊക്കെ സംഭവം തരാമെന്നൊക്കെ. അപ്പോഴാണ് ഞാൻ ഇവളോട് പറയുന്നുണ്ട് എൻ്റെ ഇത് നമുക്ക് നോക്കാം, അല്ല നമ്മൾ നോക്കാം വേറെ കിട്ടുമോ നോക്കാമെന്നൊക്കെ ഇവളോട് പറഞ്ഞു. അങ്ങനെ അവസാനം നമ്മൾ ഇതിനോടൊരു ഭയം തരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ അമൃതയിൽ പോകുന്നത്. അമൃതയിൽ ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരെ രക്ഷപ്പെടുത്തുന്ന ഡോക്ടർ ദൈവതുല്യം തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് സാക്ഷാൽ ഒരു അവതാരം പോലെ. ഡോക്ടർ സുധീന്ദ്രൻ അയാൾ ഭയങ്കരമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യും. അയാൾ എണീറ്റ് നമുക്ക് പോണ്ടേ, ഇനി അഭിനയിക്കണ്ടേ, നമ്മളിത് ഉണങ്ങിയിട്ടൊക്കെ അഭിനയിച്ച പോലെ. അപ്പോൾ എന്തിന് പറയുന്നത് ഞാൻ പിന്നെ എനിക്കൊരു വാശിയായിരുന്നു തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. അങ്ങനെ ഞാൻ 2-ാം ദിവസം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കുത്തിക്കൊണ്ടത്. എന്നാലും അങ്ങനെ എനിക്ക് ക്രമേണ അങ്ങനെ ഞാൻ ആകെ ഒരു 20-22 ദിവസമേ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ ഞങ്ങൾ പുറത്തൊരു റൂം എടുത്തിട്ട് അതിലടുത്ത് തന്നെ ഒരു വീടെടുത്തിട്ടാണ് താമസം. അങ്ങനെ 6 മാസമൊക്കെ ഞാൻ വളരെ കെയർഫുള്ളായിട്ട് പോയി. അവിടെ നിന്നാണ് 6-ാമത്തെ മാസം ഞാൻ തലവനിൽ അഭിനയിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് നല്ല ക്ലിക്കായി. പിന്നീട് അങ്ങോട്ട് വലിയ സിനിമയൊന്നുമില്ല. 2 കൊല്ലത്തിനിടയ്ക്ക് ഇപ്പോൾ 4 സിനിമ 5 സിനിമയായിട്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നത് ബാധിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ കിട്ടുന്ന സ്റ്റേജിലൊക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, ആരും ബേജാറാണ്ട്, നമ്മൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ള. പക്ഷെ എന്ത് കാര്യം, അവിടെയാണ് സിനിമ എന്ന് പറയുന്നത് നമ്മൾ വല്ലാത്തൊരു ബ്രേക്ക് വന്നാൽ പിന്നെ വീണ്ടും റീ എൻട്രി പ്രയാസം. ഒരു വലിയ ഡയലോഗൊക്കെ പറയുമെങ്കിലും ചേർത്ത് നിർത്തൽ നാടകക്കാർ എത്ര സിനിമക്കാരില്ല. നമ്മളൊരു അനുഭവമാണത്. ഒരുപക്ഷെ അവർക്ക് ഓരോരിതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രയാസം നേരിട്ട സന്ദർഭത്തിൽ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ സഹായം? കൂടുതൽ വന്നിട്ടുള്ളത് നാടകം അതേപോലെ നമ്മളുടെ ഒരു സൗഹൃദ വലയത്തിൽ നിന്നാണ്. നമ്മളൊരു സൗഹൃദ വലയം വല്ലാതെ കാരണം ഞാനതാ പറഞ്ഞത്. ഞാൻ പലപ്പോഴും നമ്മൾ പറയില്ല നിങ്ങൾ എന്തുണ്ടാക്കി എന്നൊക്കെ പലരും ചോദിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ആ ഒരു സൗഹൃദമാണ് ഞാൻ ഏറ്റവും വിലമതിക്കുന്നത്. കാരണം എവിടെ പോയാലും വിജയേട്ട വരി എന്ന് പറയാനുള്ള അത്തരമൊരു സൗഹൃദത്തിൻ്റെ ഒരു വില മനസ്സിലാക്കി ഞാൻ ആ സമയത്തൊക്കെ നമുക്കൊരു സാന്ത്വനം. നിങ്ങളൊന്നും ബേജാറാകണ്ട, ഞാനെൻ്റെ കട്ടയ്ക്ക് നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൂടെ നിന്ന്. എത്ര ആൾ ഈ അമൃതയിലൊക്കെ വന്നിട്ട് ബ്ലഡ് തരാനായാലും എന്നെ അമൃതയിലേക്ക് കൊണ്ടുവരാനും ഒന്നുമില്ല. ഓരോ കാറെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ മുൻനിരയിൽ നിന്നിട്ട് ചെയ്യാനൊക്കെ ഒരുപാട് നമ്മളെ ആരും പേരെടുത്ത് പറയുന്നില്ല. അത്ര ഒരു പേരെങ്ങനെ വിട്ടുപോയാൽ അത് വലിയൊരു കൃതജ്ഞതയാവും. അതുകൊണ്ട് വേണ്ടെന്നുള്ള. അപ്പം അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു
ഇപ്പോഴും എനിക്ക് ആവർത്തിക്കാനുള്ള അതാ, നിങ്ങൾ എന്നെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം. അതായത് എനിക്ക് ജീവിക്കണ്ടേ. അതെ അതെ അതെ. ഇവരിപ്പോൾ അപ്പം ഞാനതാണ്. അപ്പം അമ്മയ്ക്ക് ഒരുപാട് പ്രോജക്റ്റ്, എന്താണ് മൃതസഞ്ജീവനി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൗജന്യ മരുന്ന്, പെൻഷൻ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരാളെ, അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലുള്ള അംഗങ്ങളെ നിങ്ങൾ വയസ്സന്മാരാക്കി മാറ്റിയിരുത്തല്ല. ആ വയസ്സുള്ളവർ വിടുകയല്ല, പെൻഷൻ കൊടുത്ത് വിടുകയല്ല, ആ വയസ്സുള്ളവരെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോവുക. എത്ര ആൾക്കാർക്ക് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അമ്മയുടെ അംഗങ്ങൾക്ക് തന്നെ. ഒരു പടത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം. അല്ല, അത് നല്ലൊരു ഐഡിയ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഐഡിയ അല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും. അല്ലാതെ അങ്ങക്ക് ഒരു വയോവൃദ്ധനായി അവർക്ക് പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തുക എന്നുള്ളതല്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് വേഷങ്ങൾ വരുമെന്ന് തന്നെയാണ്. അല്ല, നമുക്ക് ശുഭാപ്തി വിശ്വാസമാണ്. അതെ അതെ അതെ. എന്തായാലും നമ്മളിത്തിരി ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വിജയേട്ടൻ്റെ ഒരു ലൈഫ്, ഒരു ജേണി, അതിലെ സ്ട്രഗിൾ, അതിൽ നിന്നുള്ള റിക്കവറി, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു അതിജീവനം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, നാടകം പോലെ തന്നെ പലതരത്തിലുള്ള കയറ്റിറക്കങ്ങളോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോയത്. ഇനിയും ഒരുപാട് കാര്യം, വീണ്ടും തിരിച്ചു കിട്ടിയ മറ്റൊരു ജീവിതം അല്ലേ? ആ ജീവിതം കുറേ കൂടി അടിച്ചു പൊളിച്ച് തിയേറ്ററിലും അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലും ഒക്കെ കൂടുതൽ ശ്രദ്ധേയമായ, നാളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മലയാള കലാസാംസ്കാരിക രംഗത്തിനും സിനിമാ രംഗത്തിനുമൊക്കെ ഈടുറ്റ ഒട്ടേറെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇനിയും അവസരം മുമ്പിലുണ്ട് വിജയേട്ട. അത് ഒന്നും ആരും വിചാരിച്ചാൽ തട്ടിക്കളയാൻ കഴിയില്ല. ആ അവസരങ്ങൾ വിജയേട്ടനെ തേടി വരിക തന്നെ ചെയ്യും. അത്തരത്തിൽ അഭിനയിക്കണം എന്ന ആഗ്രഹവുമായി ചെറുപ്പം മുതലേ അതിൻ്റെ പിറകെ സഞ്ചരിച്ച, അതിനുവേണ്ടി പഠിച്ച, അതിനുവേണ്ടി അധ്വാനിച്ച ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ആ രീതിയിൽ അവഗണിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. അവസരങ്ങൾ തേടി വരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു കലാകാരനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുക. നമസ്കാരം.